റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അന്ന് ഹുദൈബിയ സന്ധി നമ്മൾ പലപ്പോഴും യുദ്ധങ്ങളെ പറ്റി ചർച്ച ചെയ്യും. ഹുദൈബിയ സന്ധി അത് കണ്ടാലും മിണ്ടൂല. ഇസ്ലാമിനെ പറ്റി എതിർക്കുന്നവരെ ഇങ്ങനെയൊക്കെ അടിയറവ് വെച്ച് സമാധാനത്തിന് വേണ്ടി ഒപ്പിട്ട് കൊടുത്ത ആളാണ് നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ മുസ്ലിമീങ്ങൾക്കെതിരായിരുന്നു അന്നത്തെ ക്ലോസുകൾ മുഴുവൻ. പക്ഷെ കിടക്കട്ടെ, യുദ്ധം ഉണ്ടാവില്ല എന്നല്ലേ, അത് മതി, ഞങ്ങൾ റെഡിയാണ്. നബി തങ്ങളുടെ പേര് പോലും അന്ന് മുഹമ്മദിൻ റസൂലില്ലാഹ്, ഇത് റസൂലുള്ള ബോധിപ്പിക്കുന്ന കരാറാണ്, ട്രീറ്റിയാണെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള വെട്ടണമെന്ന് നബി തങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞ ആളുണ്ട്. സുഹൈൽ ഇബ്നു അംർ, ഖുറൈശിയുടെ നേതാവാണ്, അന്ന് മുസ്ലിമല്ല. അന്ന് ഉമർ തങ്ങൾ പറഞ്ഞു, പൊന്നാര നബിയേ, അങ്ങയുടെ പേര് വെട്ടണം എന്ന് പറയുന്ന മക്കക്കാരുടെ പ്രഭാഷകൻ സുഹൈൽ ഇബ്നു അംർ, ദഅനി നബിയെ, എന്നെ ഒന്ന് വിട്ടുതരുമോ? ആ മനുഷ്യൻ്റെ മുമ്പിലെ 4 പല്ല് ഞാനൊന്ന് പൊഴിച്ചു കളഞ്ഞോട്ടെ എന്നാണ് മഹാനായ ഉമർ എന്നവർ ചോദിച്ചത്. ഫലാ യഖൂമു ഫീ ഖുറൈശിൻ ഫീ അഹ്ലി മക്കത ഖതീബ, ഇനി ഒരിക്കലും അയാൾക്ക് മക്കക്കാർക്കിടയിൽ നിന്ന് ഇതുപോലെ പറയാൻ തോന്നരുത്, അവസരമുണ്ടാകരുത്, പല്ല് പൊഴിച്ചോട്ടെ. തങ്ങൾ പറഞ്ഞു, ഉമറേ ക്ഷമിക്കൂ ഉമറേ, നിങ്ങളുടെ കണ്ണിന് സന്തോഷിക്കാനുള്ള അവസരം അള്ളാഹു നിങ്ങൾക്ക് നൽകാൻ പോകുന്നുണ്ട്, ക്ഷമിച്ചോളൂ എന്ന് പറഞ്ഞു. ലഅല്ലക യാ ഉമർ തസ്മഉ മിൻഹു കലാമൻ തഹ്മിദുഹു അലൈഹി, നല്ലത് ഉമറേ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അതാണ് പിന്നെ തങ്ങളൊക്കെ വഫാത്തായി ഒരുപാട് ആളുകൾ മദീനയുടെ പരിസരങ്ങളിൽ മുർത്തദ്ദുകളായപ്പോൾ, അല്ലെങ്കിൽ മക്കയിൽ മുർത്തദ്ദുകളായപ്പോൾ ആ 2 നഗരങ്ങളെയും പിടിച്ചു നിർത്തിയത് 2 മഹാന്മാരാ. മദീനയിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, മക്കയിൽ ഇതേ സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഉമർ തങ്ങൾ ഇങ്ങനെ പറഞ്ഞു നോക്കണം, അന്ന് നബിയോട് ഞാൻ ആ ദേശത്തിൽ പറഞ്ഞത്, നബി എങ്ങാനും സമ്മതിക്കുകയാണെങ്കിൽ ഇത് ഉണ്ടാകുമായിരുന്നില്ല. ആ മനുഷ്യൻ കാലങ്ങൾക്ക് ശേഷം ഇസ്ലാം സ്വീകരിച്ചു എന്ന് മാത്രമല്ല, മക്കക്കാർക്ക് മുഴുവൻ ദീനിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഉപദേശം നൽകിയത് ഈ സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവാണ്. അത് ഹബീബിൻ്റെ ഹിൽമാൻ, സഹനമാണ്. അള്ളാഹു നമുക്ക് സഹനം നൽകട്ടെ. ഈ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോഴാണ് അസ്മാഉൽ ഹുസ്ന പഠിച്ചതിൻ്റെ കാര്യം ഉണ്ടാവുള്ളൂ. നമുക്ക് സഹനം നമ്മുടെ ഭാര്യയോട്, ഭാര്യയ്ക്ക് ഭർത്താവിനോട്, മക്കളോട്, മക്കൾക്ക് മാതാപിതാക്കളോട്, കുടുംബത്തോട്, ബന്ധുക്കളോട്, നമ്മുടെ സൗഹൃദ വലയങ്ങളിൽ, ബന്ധങ്ങളിൽ, നമ്മുടെ പരിചയങ്ങളിലൊക്കെ സഹനം, ഹിൽമുണ്ടാവട്ടെ. ഇത് സ്വഭാവങ്ങളുടെ നേതാവാണ്. ഈ സഹനം ഒരു പ്രവാചകനാവാൻ ആവോളമായിട്ടുണ്ട്. ഖാദൽ ഹിൽമു അൻ യകൂന നബിയ്യ.